അതിന്ന് ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ നറുക്കെടുപ്പുള്ള ദിവസമാണ്. ഒരുപാട് പേർ തങ്ങളുടെ ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു ദിവസം ഈ ബമ്പർ ടിക്കറ്റ് എടുക്കാൻ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകളുടെ ഒഴുക്കാണ്. കെട്ടുകണക്കിന് ടിക്കറ്റാണ് ഓരോരുത്തരും എടുക്കുന്നത്. 20 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ക്രിസ്മസ് ബമ്പറിന്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. പ്രതിദിന ഭാഗ്യക്കുറി എടുക്കാൻ മലയാളികളാണ് മുന്നിൽ. എന്നാൽ ബമ്പർ ടിക്കറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. വിനോദയാത്രയ്ക്ക് വരുന്നവരും തീർത്ഥാടകരും ജോലി ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ലോട്ടറി കടകൾ കയറി ഇറങ്ങുകയാണ്. ഒന്നല്ല, ഒരു കെട്ട് ലോട്ടറിയാണ് പലരും എടുക്കുന്നത്. കേരള ലോട്ടറിയും ബമ്പർ ടിക്കറ്റുകളുമൊക്കെ ഇതര നാടുകളിലും ബമ്പർ ഹിറ്റാണ്. कोशिश करते हैं, फर्स्ट टाइम आए यहाँ राजस्थान से घूमने, तो ट्राई मारा कि अपना भी ख्याल भाई लग. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ ബമ്പർ പ്രേമം വ്യാപാരികളും ശരിവെക്കുന്നു. നന്നായിട്ട് പോകുന്ന നാളെയാണ് നറുക്കെടുപ്പ്. ഇതുവരെ നല്ല കച്ചവടമായിരുന്നു. മലയാളികളല്ലേ കൂടുതൽ എടുക്കുന്നത്. കൂടുതലും ഇവിടെ സെയില് കൂടുതലും തമിഴ്നാട്ടുകാരാണ്. എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് തമിഴ്നാട്ടുകാർ വരുന്നുണ്ട്. ചെറിയ ടിക്കറ്റ് മാത്രമേ ഇവിടുത്തെ ആൾക്കാർ വാങ്ങിക്കുള്ളൂ. ലോട്ടറി ബമ്പറൊക്കെ എല്ലാ നാട്ടുകാർ ഇവിടുത്തെ പുറത്തെ ആള് ബോംബെ, ദില്ലി, ഇവര് ആന്ധ്ര, തമിഴ്നാട് ഇതെല്ലാം ഇവിടുത്തെ വന്നിട്ട് നല്ല പൈസയ്ക്ക് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതര സംസ്ഥാനക്കാരുടെയും മലയാളികളുടെയും ഇപ്പോഴത്തെ ഭാഗ്യപരീക്ഷണം ഇന്ന് നറുക്കെടുക്കുന്ന ക്രിസ്മസ് നവവത്സര ബമ്പറിലാണ്. നറുക്കെടുപ്പിലൂടെ 21 പേർ കോടീശ്വരന്മാരാകും. 20 കോടി ഒന്നാം സമ്മാനത്തിന് പുറമെ 20 പേർക്ക് ഓരോ കോടി രൂപ വീതം കിട്ടും. വിൽപ്പനയ്ക്കെത്തിച്ചത് ഏറെക്കുറെ 50 ലക്ഷത്തോളം ടിക്കറ്റുകളാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം.